എന്താണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിമിന്റെ ബാക്ക് സ്റ്റോറി? ഹായ് ഗൈസ്, ഞാൻ സച്ചിൻ. നിങ്ങൾ ഇനി ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ ഓർത്തിരിക്കാൻ പോകണം ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ പേരിലും ലോഗോയിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ പേര് സിമ്പിളും ആയിരിക്കണം, മീനിങ് ഫുള്ളും ആയിരിക്കണം. നോളജ് എന്നാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഇനി നോളജിന്റെ ബാക്ക് സ്റ്റോറി എന്നത് നോളജിന്റെ ഫൗണ്ടർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നോളജ് നമ്മൾ പ്ലാൻ ചെയ്തത് തന്നെ സ്റ്റുഡൻസിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. നോളജ് എന്ന് പറയുന്നത് തന്നെ ലൈബ്രറി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പോർഷൻസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ആവശ്യമുള്ള സെറ്റ് ഓഫ് നോളജ് കിട്ടുന്ന ബുക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള ആ ഒരു ബുക്സ് അതിന് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലെഡ്ജർ ഉണ്ടായിരിക്കും. ആ ഒരു ലെഡ്ജർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്ത് നമ്മളൊരു ഏത് ജേണലുള്ള ബുക്സ് ആണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് ആ ഒരു ഷെൽഫിൽ പോയാലും നമുക്കത് കിട്ടുള്ളൂ. അതുപോലെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കൺട്രിയോ, ഇതൊക്കെ ബിസിനസ് ഓറിയന്റഡ് അല്ലാതെ ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കണം നോളജ്. ഒരേ ഡയറക്ഷനിൽ ഇരിക്കുന്ന ആളുകളാണ് മോസ്റ്റ്ലി എല്ലാവരും ഒരേ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അതിൽ സെറ്റ് ഓഫ് ആളുകൾ മാറി ചിന്തിക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് ആളുകളുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോളജ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി നോളജ്.